ഓൺലൈൻ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും സ്ത്രീത്വത്തെ ഹനിക്കുന്ന രീതിയിൽ വ്യാജ വാർത്തകളും ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുന്ന പ്രവണത വർദ്ധിച്ചുവരുന്നതായി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ. കണ്ണൂരിൽ നടന്ന വനിതാ കമ്മീഷൻ സിറ്റിംഗ് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. റേറ്റിംഗ് കൂട്ടാനുള്ള മത്സരത്തിൽ ഓൺലൈൻ മാധ്യമങ്ങൾ തങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്തം വിസ്മരിക്കരുതെന്നും സ്ത്രീകളുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പാക്കാൻ മാധ്യമങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. നവമാധ്യമങ്ങളുടെ അതിപ്രസര കാലത്ത് സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള വ്യാജ വാർത്തകൾക്കും സൈബർ ആക്രമണങ്ങൾക്കുമെതിരെ കർശന മുന്നറിയിപ്പുമായി വനിതാ കമ്മീഷൻ. ഓൺലൈൻ ഇടങ്ങളിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾക്കെതിരെ നവമാധ്യമങ്ങൾ നീതി പുലർത്തണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ ആവശ്യപ്പെട്ടു. കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സിറ്റിംഗിന് ശേഷമായിരുന്നു അവരുടെ പ്രതികരണം. മുൻകാലങ്ങളിൽ ഗാർഹിക പീഡന പരാതികളായിരുന്നു കമ്മീഷന് മുന്നിൽ കൂടുതലായി എത്തിയിരുന്നതെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ വഴിയുള്ള അപകീർത്തിപ്പെടുത്തലുകളിലേക്ക് മാറിയിരിക്കുന്നു. കേവലം റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മാത്രം മാധ്യമങ്ങൾ നടത്തുന്ന മത്സരങ്ങൾ പലപ്പോഴും തകർക്കുന്നത് ഒരു സ്ത്രീയുടെയും അവരുടെ കുടുംബത്തിന്റെയും ജീവിതമാണെന്ന് കമ്മീഷൻ ഓർമ്മിപ്പിച്ചു. കോടതിയുടെയോ പോലീസിന്റെയോ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളിൽ തെറ്റായ പ്രചാരണം നടത്തുന്നത് അവസാനിപ്പിക്കണം. ഒപ്പം ഡിജിറ്റൽ ഇടങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്ത്രീകൾ സ്വയം ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ വ്യക്തമാക്കി. ടോട്ടൽ 48 പരാതികളാണ്. അതിൽ 9 പരാതികൾ പരിഹരിച്ചിട്ടുണ്ട്. 7 പരാതി റിപ്പോർട്ടിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത അദാലത്തിലേക്ക് 32 പരാതികൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ന് പുതുതായിട്ട് 3 പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. കുടുംബ വിഷയങ്ങളിലെ നവമാധ്യമ ഇടപെടലിൽ അതീവ ജാഗ്രത വേണം. കുടുംബ വിഷയങ്ങൾ. കണ്ണൂരിൽ നടന്ന സിറ്റിംഗിൽ വഴിതർക്കം, സാമ്പത്തിക തട്ടിപ്പ്, ഗാർഹിക പീഡനം, സൈബർ ആക്രമണം തുടങ്ങിയ വിഭാഗങ്ങളിലായി ആകെ 48 പരാതികളാണ് കമ്മീഷൻ പരിഗണിച്ചത്. ഇതിൽ 9 പരാതികൾ തീർപ്പാക്കുകയും 7 എണ്ണത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ബാക്കി പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്.